ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ പഴുത്ത ചക്ക കിട്ടിയില്ലെങ്കിലും വറുത്ത ചക്ക കഴിച്ചില്ലെങ്കിലും ഒരുമാതിരി എന്തോ പോലെ കർക്കിടകത്തിലെ കഞ്ഞി അത് നിർബന്ധമെന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ, അതുപോലെയാണ്. പിന്നെ ഇപ്പം എന്താ, എന്തൊരു നല്ല മുതൽ കിട്ടിയാലും അതിനെ പൊരിച്ചും കരിച്ചില്ലാതെ എൻ്റെ കുട്ടി കഴിക്കില്ല എന്നാണ് എൻ്റെ മാതാജി എപ്പോഴും പറയുന്നതിന് ഇപ്രാവശ്യം നമ്മൾ പറയാതാക്കണ്ടല്ലോ, അപ്പോൾ ഇപ്രാവശ്യം കിടക്കട്ടെ. അങ്ങനെ നമ്മൾ ചക്ക വറുക്കാനായിട്ടുണ്ട് ഒരുങ്ങി. പൊരിച്ചും കരിച്ചും കഴിക്കും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും തല്ലോടുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ എന്ത് കഴിക്കുന്ന സാധനം കിട്ടിയാലേ അതിനെ പരീക്ഷിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അതായത് പൊരിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ പരീക്ഷിക്കും. അങ്ങനെ മൂപ്പര് കുഴിച്ചതാണ് മൂത്തമ്മാൻ്റെ വീട്ടിൽ നിന്ന് ചേമ്പിൻ്റെ മൂക്ക് കൊടുന്ന് അതിനെ നീരൊക്കെ പറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട്. മൂപ്പരില്ലാത്ത സമയം നോക്കി ഇതും ഞാൻ പൊരിച്ച് കഴിച്ചു. ഇങ്ങനെ പരീക്ഷണം നടത്തുന്നതിനിടയിൽ ഏറ്റവും റെക്കോർഡ് ഇട്ടതേ ആപ്പിൾ പൊരിച്ചപ്പോഴാണ്. ഇപ്പം അതൊക്കെ വീട് നമ്മൾ കാര്യത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്, ഒരു ഡൗട്ട് ഇല്ലാതില്ല. കണ്ണിൽ കണ്ട എന്തും കീറി മുറിച്ച് പോയിച്ച് പരീക്ഷിക്കുന്ന പോലെയല്ല ഇത്. കുറച്ച് റിസ്ക് പിടിച്ച് വർഷക്കാലാകുമ്പോഴേക്ക് ഒറ്റ പിന്നെ 5-6 ചക്കയെങ്കിലും നമ്മൾ എന്നുള്ളതിലെ ഇന്നെ ഉൾപ്പെടുത്തണ്ട. കാരണം ഞാൻ തിരിയിട്ടെടുത്ത് മുങ്ങാറാണ് പതിവ്. അതായത് വിശദീകരിച്ചിട്ട് അങ്ങോട്ട് പറയാന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പോലെ ആരെങ്കിലും വന്നിട്ട് അങ്ങോട്ട് കൊളുത്തും, പിന്നെ ബാക്കിയുള്ളവരങ്ങ് ആളി കത്തിച്ചോളും. അതന്നെ പരിപാടി. എണ്ണം പറഞ്ഞ് ഇത്ര ചക്ക ഇടണം എന്നൊക്കെ പറയാനേ മുന്നിൽ ഞാനുണ്ടാവും ആശാനായിട്ട്. മൂപ്പരി ചക്കകളൊക്കെ വെട്ടിയിട്ട് അതിന്റെ ചോളൊക്കെ പറിച്ചിട്ട് ചീന്താനായിട്ട് നമുക്ക് ഇട്ടിരുന്ന സമയമുണ്ട്. കറക്റ്റ് ആ സമയം നോക്കിയിട്ട് ഒരു മുങ്ങലാണ് ഞാൻ അവിടെ. കാരണം ഇപ്പം ഞാൻ അങ്ങോട്ട് വിശദീകരിച്ചുകൊണ്ട് പറയൊന്നും വേണ്ടല്ല. ഇത് പൊളിച്ച് ചൊളയെടുത്തത് ചീന്തി എടുക്കുന്നത് വലിയ സുഖമുള്ള വെറുപ്പാടൊന്നല്ല. പിന്നെ ഇപ്പം എന്താ, കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ കണ്ണ് തള്ളുന്ന വിലയും വായിൽ വെക്കാനോട്ട് കൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഇത്ര സുഖമുള്ള ഏർപ്പാടല്ലെന്ന് അറിഞ്ഞിട്ടും ഇതിനായിട്ട് നമ്മൾ മെനക്കിട്ടിട്ട് അങ്ങോട്ട് ഇരിക്കുന്നത്. ഇത് നമ്മൾ അങ്ങോട്ട് സെറ്റാക്കി വരുമ്പോഴേക്കും വറക്കാൻ എടുക്കുമ്പോഴേക്കും രാത്രിയാവും. അന്നേരമാണ് നമ്മൾ ഇതിൻ്റെ വറക്കൽ പരിപാടി സ്റ്റാർട്ട്. വറക്കാൻ നിൽക്കുന്ന മിക്ക ദിവസങ്ങളും രാത്രി മഴയുണ്ടാവും. മഴക്കാലത്ത് ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് വേറെ. മഴക്കാലമായി കഴിഞ്ഞാലേ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ 2 സൈഡിലും കുഴി കുത്താൻ 2-3 പേര് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു പരിപാടി. ഇതിന്റെ മെയിൻ ലക്ഷ്യം ഇപ്പം എന്താന്ന് പറഞ്ഞാൽ മഴവെള്ളം സംഭരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പദ്ധതിയായിട്ട് 2-3 പേര് നമ്മുടെ വീട്ടിലും വരാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു തവണ പോലും കുഴി കുത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല. വേനൽക്കാലത്തെ വീടിന്റെ കഴുക്കോല് ഫുള്ള് ചെതല് കൊണ്ടുപോയോണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി പോലും പാഴാവാതെ എല്ലാം നമ്മുടെ അകത്ത് തന്നെ അങ്ങോട്ട് പെയ്യും. ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ടൊരു കട്ടനും കൂടെ ഈ ചക്ക വറുത്തതുണ്ടെങ്കിൽ ആഹാ. ചക്ക വറുക്കൽ പരിപാടി എല്ലാ വർഷവും നടക്കുന്നതാണെങ്കിലും ഒരു ദിവസമാണ് അത് പൊട്ടിത്തെറിയായിട്ട് മാറി. ചക്ക വറുക്കുന്നതിനിടയിലേക്ക് ചക്കക്കുരു ഓയിലേക്ക് വീണ് നമ്മളത് കണ്ടില്ല, കാരണം രാത്രിയാണ്. പിന്നെ അങ്ങോട്ടേ ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെയായിരുന്നു. ഫുൾ പൊട്ടലും ചീറ്റലും. ചട്ടിയിലുണ്ടായിരുന്ന 3 കിലോ ഓയിലും തെറിച്ചങ്ങോട്ട് പോയി. പക്ഷെ ആളപായല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അന്നത്തേന് ശേഷം ചക്ക എപ്പോൾ വറക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ അല്പം കൂടുതലാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഏതാണ്ട് ഒരു ചൊല്ലില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പിന്നെയും പേടിക്കും എന്നുള്ളത്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ പ്രാവശ്യത്തെ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ വറുത്ത് വെക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ വറുത്തങ്ങ് വെച്ച്. പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.